ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിയടയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം हम बनाने जा रहे कोड़ी अड़ा. केरला स्पेशल है. ये चिकन से बनाता है. दिखाएंगे कैसे है. आधा किलो चिकन ഞാൻ എടുത്തിട്ടുണ്ട്. आधा किलो चिकन लिया है. अभी एक पैन में डाल रहे. നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബോൺ മാറ്റിയാൽ മതി. ബോൺലെस चिकन लिया है आधा किलो. 1 टेबलस्पून बटर इट 1 टेबलस्पून बटर डाल रहे हैं इसमें. 1 टीस्पून गोल मिर्ची का पाउडर, 1 टीस्पून കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുക. 1 टीस्पून മഞ്ഞൾപ്പൊടി, हल्दी पाउडर 1 टीस्पून, 1 टीस्पून ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 टीस्पून नमक भी डाल के अच्छे से मिला के मीडियम फ्लेम में डाल के ബോയിൽ करना है. അടച്ചു വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 1/2 കിലോ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മൈദ ബർത്തൻ में डालना है. നമുക്കൊരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമക്ക് डालना है. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ तेल डाल दें, रिफाइंड ऑयल. എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. सब अच्छे से मिक्स करना है. നമുക്കിത് പൂരിക്ക് കുഴയ്ക്കുന്ന പോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. थोड़ा पानी डाल के लो बनाना है. അധികം വെള്ളം ചേർക്കരുത്, നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. थोड़ा पानी डाल के पूरी के लिए कैसे बनाता है ऐसे बनाना है. നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. अच्छे से गूंद के रखा है. 15 मिनट അടച്ചു വെക്കാം. 15 मिनट थोड़ा रेस्ट करने के लिए रखेंगे. चिकन വെള്ളം എല്ലാം പറ്റി റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. चिकन का पानी पूरा सूख के पक के थोड़ा ठंडा करने के लिए रखेंगे. पैन में 2 टेबलस्पून तेल डाला है. ഒരു പാനിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കരിമുളക്, 2 ടേബിൾ സ്പൂൺ ലഹസൂൻ, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, अदरक 2 टेबल स्पून. थोड़ा फ्राई करना है. ഇനി थोड़ा കരിയാപ്പത്ത भी डालना है. നമുക്ക് ഇത്തിരി കരിയാപ്പലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. अदरक लहसुन सब अच्छे से फ्राई हो गया. अभी डालना है 2 കപ്പ് സബോള, 2 कप प्याज डाला है. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. अच्छे से फ्राई करने के लिए रखेंगे. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. प्याज अच्छे से फ्राई हो गया. अभी डालना है ग्रेटेड कोकोनट 1 कप. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. थोड़ा फ्राई करना है. ऑप्शनल है, पसंद है तो डाल दीजिए, नहीं उनसे स्किप करेंगे. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേങ്ങ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. नारियल भी डाल के थोड़ा फ्राई करना है. चिकन ठंडा हो गया, थोड़ा क्रश करना है. ചിക്കൻ തണുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. തേങ്ങയും നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. नारियल भी फ्राई हो गया. अभी डाल रहे 2 टीस्पून മിർച്ച പൗഡർ, 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഹൽദി പൗഡർ, 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗോൾ മിർച്ചി का पाउडर डाल के थोड़ा फ्राई करना है. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മസാല ഫ്രൈ हो गया. अभी क्रश करके रखा है चिकन डालेंगे. നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. थोड़ा अच्छे से फ्राई करके लेना है. ചിക്കൻ ഇട്ടത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. चिकन डाला, वो भी अच्छे से फ्राई हो गया. अभी गैस बंद करके ठंडा करने के लिए रखेंगे. गैस ऑफ ചെയ്ത് തണുക്കാൻ വെക്കാം. നമുക്ക് മൈദ കുഴച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. तेल डाल के अच्छा से और एक बार भी गूंद के നമുക്ക് ഒരു ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് ഒരു പ്രാവശ്യം കൂടെ നല്ലതായിട്ട് കുഴച്ചെടുക്കാം. ഇതിനകത്തൊന്ന് കുറച്ച് ആട്ട എടുക്കാം. थोड़ा इसमें से निकाल दें. നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. थोड़ा तेल भी डाल के अच्छे से बेलेंगे. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാക്സിമം നിങ്ങൾക്ക് എത്ര കട്ടി കുറയ്ക്കാവോ അത്രയും കട്ടി കുറച്ച് പരത്തിയെടുക്കണം. മാക്സിമം കിतना पतला करेंगे उतना पतला करना है. മാക്സിമം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. മാക്സിമം बेला है, थोड़ा शेप करना है. നമുക്ക് ഓരോന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ऐसे शेप करके लीजिएगा. നോക്കിയേ, നമുക്കിപ്പോൾ 5 എണ്ണം കിട്ടി. 5 पीस मिला है. साइड का निकाल देंगे. ഇപ്പോൾ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. बेल के रखा है. നമ്മൾക്ക് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് काटने के लिए मुश्किल है तो एक छोटा गोला ले लीजिएगा. നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ എടുക്കാം.
मैक्सिमम परतीटेടുക്കുക मैक्सिमम थोड़ा बेल दीजिएगा फिलिंग रखना है നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം मड़की इधर मड़के इसे मोड़ के फोर्क से अच्छे से प्रेस कर दीजिएगा अच्छा डिज़ाइन आ जाएगा നന്നായിട്ട് ഫോർക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഡിസൈനും വരും നോക്കിക്കേ നല്ല ഡിസൈൻ വരും ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയാണ് നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ऐसे सब बनाएंगे നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം अच्छे से प्रेस करना फोर्क से अच्छा डिज़ाइन आ जाएगा നല്ല ഡിസൈൻ വരും ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ऐसे सब बनाएंगे ഞാൻ കുറച്ച് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം तेल गरम हो गया मीडियम फ्लेम में डाल के ये डालेंगे നമുക്ക് ഒരു പരത്തിയ പീസ് എടുക്കാം बेल करके रखा है इसमें अभी फिलिंग डाल दीजिए നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം अच्छे से പ്രസ് करना है നന്നായിട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ തുറന്നു പോകും നമുക്ക് ഈ സൈഡിലിട്ട് എടുത്ത് മറിച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്യുക साइड ഒന്നും കൂടെ एक बार भी फोल्ड करके प्रेस करना है इसके बाद फोर्क से अच्छे से लॉक करना है फोल्ड करने के बाद फोल्ड ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം एक्स्ट्रा इतनी ഞാൻ ഇട്ടിട്ടുണ്ട് एक्स्ट्रा थोड़ा डाला है देखिए और ऐसे मोड़ दीजिएगा फोल्ड कर दीजिए ऐसे ഇങ്ങനെ നമുക്കത് മേളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും തുറന്നു പോകത്തില്ല ऐसे करेगा तो खुलेगा नहीं अच्छे से लॉक कर दीजिए ऐसे सब बनाएंगे നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കോഴിയട റെഡി ആയി കഴിഞ്ഞു കോഴിയട റെഡി हो गया लाइट ब्राउन ആകുമ്പോൾ നമുക്കിത് എടുക്കണം लाइट ब्राउन होने से ये निकालना है നമുക്ക് അടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കാം दूसरा भी अभी डालेंगे നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കോഴിയട റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും सब लोग थोड़ा घर में ट्राई करके देखिएगा केरला का एक स्पेशल डिश है बहुत पसंद हो जाएगा सब लोगों को प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग